ആള് ജെനുവിൻ ആണോ? അല്ലല്ല ഫോറിനാ. എന്നാ വിളിക്ക. അവിഹിതം എന്ന് പറഞ്ഞാൽ വിഹിതമല്ലാത്തത് എന്നാണ് അർത്ഥം. കണ്ടാ കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. വിഹിതം എന്ന് പറഞ്ഞാൽ മാരേജിൽ കിട്ടുന്ന നമുക്ക് വിഹിതവും അല്ലാത്തത് അവിഹിതവുമാണ്. ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. അപ്പൊ മാരേജിന് മുമ്പ് ഈ അവിഹിതം ഉണ്ടാവില്ലല്ലോ. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. മാരേജിന് ശേഷമുള്ളതിനെയാണ് അവിഹിതം എന്ന് പറയുന്നത്. ആ അവിഹിതം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുമ്പോ കൊള്ളാം എന്ന് പോലും പറയാത്ത ഒരു അരസികനായ ഒരു ഭർത്താവിന്റെ മുന്നിൽ എത്ര ദിവസം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും? എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. അതേസമയം മൊബൈലിൽ ഇരുന്ന ഒരു ചേട്ടൻ നമ്മളോട് എപ്പോഴും നിന്റെ DP കൊള്ളാം, നിന്നെ കാണാൻ എന്ത് രസമാണ്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അപ്രീസിയേഷൻ ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അവിഹിതത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി എനിക്കുമുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആ ഒരു പ്രശ്നം അവിഹിതം ഡേഞ്ചറസ് ആവുന്നത് എപ്പോഴാണെന്ന് മാത്രം നോക്കിയാൽ ഇവളതിൽ എക്സ്പേർട്ടാ. ഇതൊരു അവിഹിതമാണെന്നും ഇതൊരു എന്റർടൈൻമെന്റ് ആണെന്നും എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഇതൊരു നേരം പോക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. സത്യം നമുക്ക് ജസ്റ്റ് നേരം പോകാനാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. ഞാൻ ഇഷ്ടമാണ് അങ്ങനത്തെ.